ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. ഇതുവരെ ഇതുപോലൊരു കറി നിങ്ങൾ എന്തായാലും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു സൈഡ് കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. ഇത് ചോറിനൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഇനി ഈവൻ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. വളരെ ഈസിയാണ്. കണ്ടല്ലോ, ചോറിനോടൊപ്പം ഇതേപോലെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഉരുട്ടിയെടുത്ത് അടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളക് കീറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കറിയിൽ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ കറിക്ക് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നൽകുന്നത് ഈ കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ കപ്പലണ്ടി നമ്മൾ ഇതിൽ എണ്ണയിലിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാമേ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവ് തേങ്ങ തിരികെ ചെയ്തിട്ട് കൊടുക്കാം. അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വലിയ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതുവരെ നമ്മളിതിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കപ്പലണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. കപ്പലണ്ടി നമുക്ക് പച്ചക്കപ്പലണ്ടി ആണെങ്കിലും തോലുള്ള കപ്പലണ്ടി ആണെങ്കിലും എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ എണ്ണയിലിട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു വേറൊരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതൊരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് നല്ലോണം അതങ്ങ് അടിച്ച് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാമേ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നല്ലൊരു ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്കിതിലോട്ടങ്ങ് തട്ടിക്കൊടുക്കാമേ. അപ്പോൾ ഫുള്ളായിട്ടും അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ടതെല്ലാം ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ്, നല്ല കുറുകിയ ഒരു കറിയാണ് കേട്ടോ. നല്ല കുറുകിയ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു കറിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. കപ്പലണ്ടിയൊക്കെ നമ്മൾ ചോറിലാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് കപ്പലണ്ടിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഇതേപോലെ നമുക്ക്, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പ് വന്നിട്ട് നോക്കി കേട്ടോ. അപ്പം ഉപ്പ് ചെറുതായിട്ട് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല കുറുകിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ചോറിൽ ഒഴിച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ചമ്പാവരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കറിയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ കറി മാത്രം മതി കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ ഒരുപാട് വലിയ കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരുപാട് സമയം കളയുമ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ കറി മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ചപ്പാത്തിക്കൊക്കെ നല്ല
നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, അപ്പോൾ ചോറിലോട്ട് നമ്മൾ ആ കറി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് നല്ലോണം ഒന്ന് വരകിയതിന് ശേഷം നമുക്ക് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. മുൻപോട്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്